എടോ തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? നോക്കി നടന്നൂടെ? സോറി, കണ്ടില്ല. അപ്പൊ ചെവിയും കേൾക്കില്ലേ? ഇല്ല, എനിക്ക് ചെവി കേൾക്കില്ല. തനെന്താ ആളെ പൊട്ടനാക്കുക? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എനിക്ക് ചെവി കേൾക്കില്ല. ഞാൻ ചേട്ടൻ്റെ ചുണ്ടിൻ്റെ അനക്കം നോക്കിയാ മറുപടി പറയുന്നത്. രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ഹലോ, അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിന്നേ. പുല്ല് ചെവി കേൾക്കില്ലെന്നാല് പറഞ്ഞു. ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ബൈക്ക് വന്നത് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ഇന്നലെ വണ്ടി വന്നത് കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ? അത് സോറിയും പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? താൻ ഇന്നലെ ചെവി കേൾക്കില്ലെന്ന് പറഞ്ഞ നോണയായിരുന്നില്ലേ? അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പം എങ്ങനെ ഞാൻ പുറകെ വരുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായേ? ഇത് കണ്ടോ, ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഇത് വെക്കാൻ പറഞ്ഞതാ. അപ്പം ചെവി കേൾക്കില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വേണ്ട ആദ്യം കൈ കരുതാൻ. ഇന്ന് ഞാൻ നോക്കിയല്ലേ ഇറങ്ങിയത്, നടന്നതും. ഇപ്പൊ ചേട്ടനെന്തിനാ പുറകെ വന്നത്? അതെ, എൻ്റെ പേര് സണ്ണി. പേര് വിളിച്ചാൽ മതി. ഈ ചേട്ടൻ വിളി വേണ്ട. ഒരു വല്ലാത്ത ഡിസ്റ്റൻസ് ഫീൽ തോന്നും. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ടല്ലേ. അല്ല, എന്താ ചേട്ടൻ്റെ ഉദ്ദേശം? അത് അതെ, ഫ്ലേട്ടിംഗ് ആണെങ്കിൽ ഇവിടെ നടക്കില്ല. പിന്നെ സെന്റിമെന്റ്സ് ആണെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. അതെ കുട്ടി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എപ്പോഴാട്ടോ തൻ്റെ കുട്ടിയായത്? അയ്യോ, എനിക്ക് തൻ്റെ പേരറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ കുട്ടീനെ വിളിച്ചേ. മിഴികൾ കൊണ്ടു കേട്ടു എന്നെ, നിശബ്ദമായി അരികിലായി വന്നു. പിന്നെ നിഴലുപോലെ മാറിയെന്നും മറവിലായി കാത്തു നിന്നെ. ഉലരിയാകെ അരുവി പോലെ ഒഴുകുമീ വെയിൽ, കണിക പോലെ നിറഞ്ഞു ഞാനിതാ. ഇവിടെ നിന്നിടവേ, ഇവിടെ നിന്നിടവേ. നാം മധുവായി മാറിയോ, എൻ മോഹമോ നീ കാത്തുവോ, എൻ മനം തുടിച്ചു പോകവേ. എന്ത് വേണം? കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. ശരി, എന്താ പറയാനുള്ളത്? പറ. എടോ, താൻ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ?
ഒന്ന് കൂളായിട്ട് സംസാരിച്ചുകൂടെ? ഞാൻ കൂളാണ്. ഇനി പറ. ഒരാൾ സംസാരിക്കുന്നത് കേട്ടാലറിയാം ആൾ കൂളാണോ അല്ലേന്നൊക്കെ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് തന്നെ ഇഷ്ടമായി. എങ്ങനെ തന്നെ പ്രപ്പോസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും പറയണം തോന്നി ഞാൻ ഓപ്പണായിട്ട് പറയും. അതുകൊണ്ട് തന്നെ പലർക്കും എന്നെ ഇഷ്ടാവാറില്ല. താൻ എന്താണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്? തനിക്കെൻ്റെ പേരെങ്കിലും അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ മോശം സമയമുണ്ട് എന്നും കരുതി അതും ആലോചിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നല്ല പാടായിരിക്കും. മനസ്സിലായില്ല. എടോ, താൻ ചെയ്യാത്തൊരു തെറ്റിന് എന്തിനാണ് താൻ തന്നെ ശിക്ഷിക്കുന്നത്? തൻ്റെ പേര് അപർണ. തനിക്ക് ഈ ചെറുപ്പം മുതലുള്ള പ്രശ്നമൊന്നുമല്ലല്ലോ ഈ കഥ കേൾക്കാൻ പറ്റാത്തത്. ഒരു 5 വർഷം മുമ്പ് നടന്ന ചെറിയൊരു ആക്സിഡൻറ്റ് അല്ലേ? ആക്സിഡൻറ്റോ? ഒരു ആക്സിഡൻ്റായിട്ട് മാത്രം താൻ അതിനെ കണ്ടാൽ മതി. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ആ ഒരു ബോധ്യം മതിയടോ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ആ ഒരു ജീവിതത്തിൽ തൻ്റെ കൂടെ എന്നെ കൂടെ കൂട്ടുമെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചോളൂ. അതെ, ഇതിനൊരു മറുപടി വരുന്നവരെ ഞാൻ തന്നെ വിടില്ല. ഇവിടെയൊക്കെ തന്നെ കാണും. നാം മധുവായി മാറിയോ എൻ മോഹമോ നീ കാത്തുവോ എൻ മനം തുടിച്ചു പോകവേ ഇവിടെ നിന്നിടവേ ഇവിടെ നിന്നിടവേ ആ ആ